അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലെ കോൺഗ്രസ് നിലപാടിനെതിരെ സമസ്ത പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ എന്നാണ് സമസ്ത മുഖപത്രത്തിന്റെ ചോദ്യം. ഹിന്ദുത്വക്കാട് രക്ഷിക്കുമെന്ന മൂഢവിശ്വാസമാണ് കോൺഗ്രസിന്. മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നും മുഖപ്രസംഗത്തിൽ സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനം അനീതിയുടെ തേർവാഴ്ചയാണെന്നാണ് സമസ്ത പത്രത്തിലെ മുഖപ്രസംഗം. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാട്. ഈ മൃദു ഹിന്ദുത്വമാണ് 36 വർഷം രാജ്യം ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ചതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. 4 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3ഇടത്തും കോൺഗ്രസ് പച്ച തൊടാതെ പോയത് മൃദു ഹിന്ദുത്വയെ പുൽകാനുള്ള കൊതി കൊണ്ടാണ്. ഹിന്ദുത്വക്കാട് രക്ഷിക്കുമെന്ന മൂഢവിശ്വാസമാണ് കോൺഗ്രസിന്. സംഘപരിവാർ സംഘടനകളെ അതേ നാണയത്തിൽ നേരിടാമെന്നത് വിഡ്ഢിത്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഒരു പുനർചിന്തനം നടത്താൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ 2024ലും BJP തന്നെ രാജ്യം ഭരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറായി ഒതുങ്ങുമെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. എന്നാൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് ജനുവരി 22-ന് നടക്കുകയെന്ന തിരിച്ചറിവ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കുണ്ടെന്നും രാജ്യത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് യെച്ചൂരിയും CPI ജനറൽ സെക്രട്ടറി D രാജയും വ്യക്തമാക്കിയതായും മുഖപ്രസംഗത്തിലുണ്ട്. രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള BJPയുടെ കെണിയിൽ വീഴാതിരിക്കാൻ രാഷ്ട്രീയ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ അവർക്ക് അഭയം നൽകുന്ന രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറുമെന്ന മുന്നറിയിപ്പും സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.